തൊപ്പി എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. തൊപ്പി മലപ്പുറം ജില്ലയിൽ വന്നു, വളാഞ്ചേരിയിൽ. ഞാനന്ന് കൂട്ടിലങ്ങാടിയിൽ ഖത്തീബാണ്, മലപ്പുറം ജില്ലയിലെ. വളാഞ്ചേരിയിൽ വന്നപ്പോൾ എൻ്റെ നാട്ടുകാരനായ ഒരു DYSPയുടെ നേതൃത്വത്തിൽ 3 DYSPമാരും 4 CIമാരും ഉൾപ്പെടുന്ന വലിയ ഒരു പോലീസ് സേനയാണ് അയാൾക്ക് വേണ്ടി തടിച്ചുകൂടിയ ക്രൗഡിനെ നിയന്ത്രിച്ചത്. മുഴുവൻ 30 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ആ ദിവസം വളാഞ്ചേരിയിലും പരിസരത്തും മലപ്പുറം ജില്ലയിലെ ഏതാനും ഭാഗങ്ങളിലൊക്കെ സ്കൂളിലെ അറ്റൻഡൻസ് നിരക്ക് വളരെ കുറവായിരുന്നു. ഇവനെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന ആളുകളുടെ എണ്ണം മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ വരും. ഇവൻ വളാഞ്ചേരിയിൽ വന്ന് പാടിയ പാട്ട് മനുഷ്യന്മാരുടെ ഇടയിൽ പാടാൻ പറ്റൂല. ഇതിന് കുട്ടികൾ ആർത്ത് വിളിച്ചുകൊണ്ടാണ് വരവേറ്റത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, സോഷ്യൽ മീഡിയയിൽ നിസാര കാര്യത്തിന് വേണ്ടി നമ്മൾ തർക്കിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൽ നിന്ന് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച കുട്ടികൾ ഇതുപോലെയുള്ള തോന്നിവാസികളെ നേതാക്കളായി സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു സംസ്കാരത്തിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള ബോധം മുതിർന്ന ആളുകൾക്ക് ഉണ്ടാകണം. ഇല്ലെങ്കിൽ അപകടമാണ്. ഇത് നിസാരാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ഈ തൊപ്പിയെയും പിണറായിയെയും ഞാൻ ഉദാഹരണം പറയാൻ കാരണം ഇതൊക്കെ ഒരു സാമൂഹികമായതാണ്. മതപരമായ രംഗത്ത് പറയുമ്പോൾ അത് മുസ്ലിമീങ്ങൾ മാത്രമല്ലേ, അല്ലെങ്കിൽ മറ്റൊരു മാത്രമല്ലേ എന്ന് പറയും. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ആള് ഒന്നും മുനവ്വർ ശിഹാബ് തങ്ങളെയാണ്. മുനവ്വർ ശിഹാബ് തങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകൾ 2,16,000 മാത്രമാണ്. തൊപ്പിക്ക് അതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ട്. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ വേറെ കഥാപാത്രമുണ്ട്, പാണ്ടിക്കാട് കുഞ്ഞാൻ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. അയാൾക്ക് 20 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. കൊമ്പങ്ങാട് കോയ എന്ന് പറഞ്ഞിട്ട് വേറെ കഥാപാത്രമുണ്ട്. അയാൾക്കുള്ള കുട്ടികൾ ചിരിക്കണണ്ടില്ലേ, അതൊക്കെ അവർ ആരാധകരാണ്, ഫാൻസാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംസ്കാരം നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. നമ്മളിങ്ങനെ അണ്ടിയാണോ മൂത്തത് മാങ്ങയാണോ മൂത്തത് എന്നുള്ള തർക്കത്തിനിടയിൽ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നുണ്ട് എന്നുള്ള ബോധമുണ്ടാകുന്നത് നല്ലതാണ്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, ഉസ്താദ് ഇതൊക്കെ ആരോട് പറഞ്ഞിട്ടാ, എന്ത് പറഞ്ഞിട്ടാ കാര്യം? ഇതിനിപ്പോ നമ്മൾ എന്താ ചെയ്യുക? ഈ കാലത്ത് ഇപ്പൊ ഇതിനൊക്കെ പണിയെടുത്തിട്ട് കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണം.